സംഗമം, ദേവരഥ സംഗമം നമ്മൾ ഇത്രയും ദിവസം കാത്തിരുന്നത് കൽപ്പാത്തിക്കാർ മുഴുവൻ ഒരു വർഷം ഒരു രഥം അടുത്ത് കാണുമ്പോൾ ഇത്രയധികം മനോഹരമായ കാഴ്ചയാണെന്നുണ്ടെങ്കിൽ 5 രഥങ്ങൾ സംഗമിക്കുമ്പോൾ അത് എത്ര നല്ല കാഴ്ചയായി, ഏറ്റവും സുന്ദരമായ കാഴ്ചയായിരിക്കും. എന്റെ മനസ്സിലേക്ക് ഇപ്പോൾ പോകുന്നത് അതിനകത്തിരിക്കുന്ന ആ കുഞ്ഞു കുട്ടികളുണ്ടല്ലോ, അവരുടെ മനസ്സിലെ സന്തോഷം എന്തായിരിക്കും എന്നുള്ളതാണ്. ഇത്രയധികം മനുഷ്യരെ ഇങ്ങനെ കൺമുന്നിൽ കാണുക, ആ ദേവതാ സങ്കല്പത്തിനൊപ്പം ഇരിക്കുക, അവിടുന്നൊപ്പം വലിയ രീതിയിലൊക്കെ അവര് വേദമന്ത്രങ്ങളൊക്കെ ഉരുവിടുന്നുണ്ട്. ആ ഉരുവിടലൊക്കെ നടത്തിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് കുതിക്കുന്ന ഘട്ടത്തിൽ ഓരോരുത്തരും അവരിയ്ക്കുന്ന ആ രഥത്തെ ഇങ്ങനെ ഉടത്തിൽ പിടിച്ച് ഇങ്ങനെ മുറുകെ പിടിച്ച് വലിച്ച് ആ പ്രയാണം നടത്തുന്ന ഘട്ടത്തിൽ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ഇനി വളർന്നു വരുന്ന സമൂഹം എന്ന് പറയുന്നത് ആ കാണുന്ന കൈ ഉയർത്തി കാണിക്കുന്ന ആ കുഞ്ഞു കുട്ടികളൊക്കെ പോലെയുള്ളവരുടെ ആ സമൂഹമായിരിക്കും. സ്വാഭാവികമായും അവരൊക്കെ തന്നെ അയ്യോ കണ്ടോ, നമ്മുടെ തൊട്ടടുത്താണ് ആ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ആ ഒരു ചക്രങ്ങളെ ഉറപ്പിച്ച് നിർത്തുന്നത് ഒരു തരത്തിലും അപകടം ഉണ്ടാകരുത് എന്നുള്ളതുകൊണ്ടാണ് അതെ നമുക്ക് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട്. അപ്പോൾ ഈ ഒരു തേരെത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ മന്ദക്കര മഹാഗണപതിയുടെ തേര് തിരിച്ച് അപ്പുറത്ത് ഗണപതി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അതിനുശേഷം തേരുമുട്ടിയിലേക്ക് 5 രഥങ്ങളും എത്തുന്ന ആ ഒരു കാഴ്ചയിലേക്ക് നമ്മൾ എത്തുകയാണ്. ആ ഒരു കാഴ്ചയ്ക്കായാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ദേവരഥ സംഗമം എന്ന ആ ഒരു കാഴ്ചയ്ക്കായാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അവിടേക്ക് തേരുമുട്ടിയിലേക്ക് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ 3 തേരുകൾ, ശിവപാർവതി തേര്, ഒപ്പം ഗണപതിയുടെ തേര്, എല്ലാ തേരുകളും അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ആ ഒരു കാഴ്ച സൂര്യൻ അസ്തമിച്ചു, പക്ഷേ ഇവിടുത്തെ പ്രകാശം കെടുന്നില്ല. ആ ഒരു പ്രകാശം കൂടുതൽ പ്രകാശപൂരിതമാക്കുന്നത് ഈ തേരുകളിലെ പ്രകാശമാണ്. അങ്ങനെ 5 രഥങ്ങൾ സംഗമിക്കുന്ന തേരുമുട്ടിയിലെ നമ്മൾ കാത്തിരുന്ന ആ ഒരു കാഴ്ചയിലേക്ക് നമ്മൾ എത്തുകയാണ്. ആ ഒരു കാഴ്ചയ്ക്കായാണ് ഇത്രയും നേരം നമ്മൾ കാത്തിരുന്നത്, അല്ലേ? തീർച്ചയായിട്ടും സുജയ, നമ്മൾ ഇനിയിപ്പം 5 തേരുകൾ ഒന്നിച്ച് 5 രഥങ്ങൾ ഒന്നിച്ച് അവിടെ സംഗമിക്കുന്ന ആ ഒരു കാഴ്ച, അതിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എല്ലാവരും തിരക്കേറുന്നു. ഈ രഥമിനി, അതായത് മന്ദക്കര മഹാഗണപതിയുടെ രഥമിനി തിരിച്ച് അമ്പലത്തിലേക്ക് മടങ്ങുന്നു. ഒപ്പം തന്നെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ എത്തിച്ചേരുന്ന 5 രഥങ്ങൾ, അതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാഴ്ച. ആ ദേവരഥങ്ങൾ നൽകുന്ന ഒരു 3 മിനിറ്റ് കൂടി, അതിനുള്ളിൽ ഈ ദേവരഥങ്ങൾ 5 രഥങ്ങളും സംഗമിക്കുകയാണ്. മനുഷ്യരുടെ ഒരു സംഗമം കൂടിയായി ഈ ഒരു കൽപ്പാത്തി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സൂചി കുത്താൻ ഇടമില്ല എന്ന് നമ്മൾ ആലങ്കാരികമായി പറയുന്നതല്ല, അതിനേക്കാൾ തിരക്കോടെ എല്ലാ മനുഷ്യരും എല്ലാ കണ്ണുകളും കൽപ്പാത്തിയിലെ 5 രഥങ്ങളിൽ കണ്ണുനട്ട്. അതിലൊരു രഥം മന്ദക്കര മഹാഗണപതിയുടെ രഥം തിരിച്ച് മന്ദക്കരയിലേക്ക് പോകുന്നു. ബാക്കി 5 രഥങ്ങളും തേരുമുട്ടിയിൽ സംഗമിക്കുന്ന ദേവരഥ സംഗമം, അതാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്ന കാഴ്ച. അതിന്റെ ആകാശ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ദേവരഥ സംഗമത്തിനായാണ് ഈ മനുഷ്യർ മുഴുവൻ ഒരു വർഷം മുഴുവൻ കാത്തിരുന്നത്. ആ ഒരു കാത്തിരിപ്പിനൊടുവിൽ ദേവരഥ സംഗമത്തിലേക്ക്, കൽപ്പാത്തി കാത്തിരുന്ന നിമിഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. രഥങ്ങൾ സംഗമിക്കുന്നു തേരുമുട്ടിയിൽ. ദേവരഥ സംഗമം, അതെ, സംഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞു. നിലവിൽ ഇപ്പോൾ നമുക്ക് കാണാം 3 രഥങ്ങൾ നമുക്കിപ്പോൾ കാണാം. ഒപ്പം തന്നെ മറ്റ് 2 രഥങ്ങളും കൂടി വരുന്നതോടുകൂടി അടുത്ത 2 മിനിറ്റിനകം തന്നെ ഈ ദേവരഥ സംഗമം എന്നുള്ള 5 രഥങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും കൽപ്പാത്തിക്കാർ ഇത്രയും നാൾ കാത്തിരുന്ന ആ ദേവരഥ സംഗമം കൽപ്പാത്തിയുടെ വീതികളിലൂടെ എത്തിച്ചേർന്ന നമ്മളെല്ലാവരും വലിച്ചു കൊണ്ടുപോയ ആ ഒരു തേരുകൾ ഇപ്പോൾ അവിടെ സംഗമിക്കാൻ പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ, ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ദേവരഥ സംഗമം സംഗമിക്കും. ഇനി ഒരു വർഷം കൂടി കാത്തിരിക്കണം സുജി, ഇത്തരത്തിലുള്ള ഒരു കാഴ്ചയ്ക്കായി, ഇത്തരത്തിൽ വീണ്ടും ഒരു ഒത്തുചേരലിനായി ഇവർ കാത്തിരിക്കും. തീർച്ചയായിട്ടും നോക്കൂ, രഥങ്ങളെല്ലാം ഒന്നിച്ച് തേരുമുട്ടയിൽ മഹാസംഗമം, അതാണ് നമ്മൾ കാണുന്നത്, അല്ലേ? കാത്തിരുന്ന നിമിഷം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ദേവരഥങ്ങൾ ഒന്നിച്ച് ഒരേ ഇടത്തേക്ക് എത്തുമ്പോൾ തേരുമുട്ടിയിൽ അത് നൽകുന്ന കാഴ്ചാനുഭവം, അത് നൽകുന്ന ആനന്ദം, അത് നൽകുന്ന സന്തോഷം എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചുള്ള സന്തോഷം. അതിനോടൊപ്പം തന്നെ ഇവിടെ എത്തുന്ന ഓരോ ആളുകൾക്കും അവരുടെ കാഴ്ചയിലൂടെ, അവരുടെ കേൾവിയിലൂടെ നൽകുന്ന മറ്റൊരു സന്തോഷം. ഏതായാലും തേരുമുട്ടിയിലേക്ക് ഈ ഒരു വർഷം കാത്തിരുന്ന പോലെ ആ ദേവരഥങ്ങൾ എത്തിയിരിക്കുന്നു. ദേവരഥ സംഗമം സംഗമിച്ചിരിക്കുന്നു ഇവിടെ. അതെ, 5 രഥങ്ങളും ഒന്നിച്ച് ഒരേ ഇടത്ത് സംഗമിക്കുന്ന ദേവരഥ സംഗമം. കാത്തിരുന്ന നിമിഷം, ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കൽപ്പാത്തിയിൽ തേരുരുണ്ടെത്തി സംഗമിക്കുന്ന തേരുമുട്ടിയിലെ ദേവരഥ സംഗമമാണ് റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർ ഇതുവരെ തത്സമയം കണ്ടുകൊണ്ടിരുന്നത്. ഇത്ര മനോഹരമായ ഒരു കാഴ്ച ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കൽപ്പാത്തിയിലെത്തി അനുഭവിക്കേണ്ടതാണ്, അത് ആസ്വദിക്കേണ്ടതാണ്, അത് നേരിട്ട് കണ്ടറിയേണ്ടതാണ്, അല്ലേ? തീർച്ചയായിട്ടും ഒരിക്കലും മിസ് ചെയ്യരുത് എന്ന് മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി വരുന്ന ഓരോ ദേവരഥ സംഗമങ്ങളും ഈ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളാനും അതിനോടൊപ്പം ചേർന്ന് നിൽക്കാനും ആ കാഴ്ചകളുടെയൊക്കെ ഭാഗമാകാനും കഴിയട്ടെ എന്നാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ വിശ്വാസികളും ആഗ്രഹിക്കുന്നത്, ഓരോ കാഴ്ചക്കാരും ആഗ്രഹിക്കുന്നത്. അവർക്കൊക്കെ വരും കാലത്തിലും ഇത്തരം നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാമെന്നുള്ളത് മാത്രമാണ്. എന്തായാലും ഇനി വരുന്ന ആ
കാലം എന്ന് പറയുന്നത്, വരുന്ന സമയം എന്ന് പറയുന്നത് നീണ്ട കാത്തിരിപ്പാണ്, ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിന് തൽക്കാലം ഇന്ന് വിരാമമാകുന്നു എന്ന് മാത്രം പറയാം. പക്ഷേ ഈ ദേവരഥ സംഗമം അതൊരു മഹാസംഗമമാക്കി മാറ്റുന്നതിന് പാലക്കാട്ടുകാർ പൂർണ്ണമായും ഈ കൽപ്പാത്തിയിലേക്ക് എത്തിയ മനുഷ്യർ മുഴുവനും നമുക്കൊപ്പം ചേർന്നു എന്നുള്ളത് അല്ലേ? അതെ, ആരും ഒന്നും മാറി നിന്നില്ല, എല്ലാവരും നമുക്കൊപ്പം ചേർന്ന് തന്നെ നിന്നു എന്നുള്ളതാണ്. ആ ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സൗന്ദര്യമുണ്ടായിരുന്നു. ആ സൗന്ദര്യം നമ്മൾ ആവോളം ആസ്വദിച്ചു. ആ സൗന്ദര്യത്തിന്റെ ഒപ്പം ചേർന്ന് നമ്മളും ഇങ്ങനെ ഈ അഗ്രഹാര വീഥികളിലൂടെ ഒഴുകി എന്നുള്ളതാണ്. അവസാനിപ്പിക്കാം. ദേവരഥ സംഗമം നടന്നിരിക്കുകയാണ്. തേരുമുട്ടിയിലെ ദേവരഥ സംഗമം അത് നമുക്ക് കാഴ്ചയുടെ ഒരു അനുഭവം മാത്രമല്ല, അതൊരു അനുഭൂതിയായി മാറുകയാണ്. വിശ്വാസികളുടെ കൃത്യമായി അവരെല്ലാവരും ഇതിനായി കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ്. ആ നിമിഷം ഇതാ നമ്മൾ എത്തിച്ചിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ദൗത്യത്തിൻ്റെ ഒരു പര്യവസാനം അല്ലെങ്കിൽ അതിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ദേവരഥ സംഗമത്തിന് നാം ഏവരും സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഈ ഒരു വേളയിൽ നമുക്ക് മംഗളം പാടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്.